എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്ത് ഞാൻ പോകുന്ന വിചാരിച്ചത്. അപ്പൊ ദൃശ്യം 3 അനൗൺസ് ചെയ്ത് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ടിരിക്കും. ആ റിപ്പോർട്ടറിലെ ഹൈദറൊക്കെ വിളിച്ചിരുന്നു. ഞാൻ കൊടുത്തില്ല. എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. എന്താണ് ദൃശ്യം 3? ജിത്തു ജോസഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫാമിലി ഡ്രാമ. നീ എന്താ പയ്യനോട് പറഞ്ഞത്? ഞങ്ങളതൊന്നുമല്ല സംസാരിച്ചത്. ഇപ്പൊ പ്രിയങ്ക ചോപ്ര ഒരു ഇന്റർവ്യൂല് പറഞ്ഞു പുള്ളിക്കാരി വീണപ്പം നമ്മൾ എന്തിനാ വന്നത്? ക്യാമറ എല്ലാം തന്നെ അവര് താഴ്ത്തി എന്നുള്ളത്. കാരണം അതല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ വേഗം അത് എടുക്കും. എന്തെന്ന് ആംഗിളിൽ എന്തൊക്കെ കിട്ടും എന്നുള്ള പോലെ. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. പൈസക്ക് ഫോറിനുള്ള ഒരു ഹുക്ക് ഉണ്ട് ഡെഫിനറ്റ്ലി. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? Did you expect this? എന്റെ ഒരുപാട് ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് എഐയില്. അത് ഞാൻ ഏറ്റു. എന്താ പറയാ എഡിറ്റ് ചെയ്ത ഫോട്ടോസ്. അഭിപ്രായം. എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഡ്രസ് ഇട്ടിട്ടില്ല എന്ന്, ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇറ്റ് ലുക്ക് സോ റിയൽ. ലൈൻ കട്ട്. ഷാജി ഏട്ടാ, ഇവിടെ ഞാൻ വലുതായി തോന്നുന്നുണ്ടോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല, അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. എനിക്ക് എന്റെ മനസ്സിൽ ഞാനിപ്പോഴും വളരെ ചെറിയൊരു വേണ്ടത് കൂട്ടുക വേണ്ടത്. ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മളിപ്പോ പുറത്തിറങ്ങുമ്പോഴും എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ ഓരോരുത്തരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ അത് ഭയങ്കര ഒരു റിയാലിറ്റി ചെക്കാ. 24 ഫെയർലി ഏർലി ഏജ് ആണ് കല്യാണം കഴിക്കാൻ. അപ്പൊ ഞാൻ എനിക്കതിന് ഒരുപാട് പ്രായം ആയിട്ടില്ലല്ലോ എന്നുള്ളത്. ഒരു 20 മുട്ടിപ്പോയ ഒരു 24, 25 വയസ്സിനപ്പുറം പോകാൻ ഒരു വഴിയില്ല. ഞാൻ കുറയ്ക്കുന്നില്ല. എന്നെ കണ്ട അത്ര തോന്നിച്ചില്ലെങ്കിലും ഒരു 54 കൂട്ടിക്കോളൂ. കുട്ടി ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. ഇവിടെ കുനിഞ്ഞില്ലേ?